+1 ബോട്ടണിയിൽ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന ലെസണിൽ ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, വാട്ടർ പൊട്ടൻഷ്യൽ, ഫ്ലാക്സിഡിറ്റി, ടർജിഡിറ്റി, പ്ലാസ്മോളൈസിസ്, ഡീപ്ലാസ്മോളൈസിസ്, ഹൈപ്പർട്ടോണിക് എന്നീ വിവിധങ്ങളായ ആശയങ്ങൾ വിപുലമായി വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രായോഗിക പഠനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ട് അത് ആശയങ്ങൾ നന്നായി മനസ്സിലാക്കുക. അതിനായി കൊളോക്കേഷ്യ പീറ്റിയോൾ എക്സ്പെരിമെൻ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. ആ ബീക്കറിൽ ഒരു സൊല്യൂഷൻ, ആ സൊല്യൂഷനിൽ ഇട്ടുവച്ച ഒരു ലീഫ് ടിഷ്യൂ, അതൊരു ലീഫിൻ്റെ പീറ്റിയോളാണ്. അതിൻ്റെ അറ്റം കീറിയിട്ട് ആ അറ്റം ഈ ബീക്കറിലെ സൊല്യൂഷനിൽ മുക്കി വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യമാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ അറ്റം വളഞ്ഞിരിക്കുന്നു. മാത്രമല്ല മറ്റു ഭാഗത്തെ ടിഷ്യൂസ് എല്ലാം വളരെ ഹാർഡായിട്ടിരിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഹാർഡായിട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ ഇത് ഈ ബീക്കറിൽ ഇട്ടുവച്ച ഒരു ടിഷ്യൂവിൻ്റെ സ്ഥിതിയാണിത്. ഇത് രണ്ടാമത്തെ ബീക്കർ. ഈ ബീക്കറിൽ ഒരു സൊല്യൂഷനുണ്ട്. ആ സൊല്യൂഷനിൽ സെയിം പീറ്റിയോളിൻ്റെ ഭാഗം തന്നെ മറ്റൊരു ഭാഗം മുറിച്ച് ഇട്ടുവച്ചതാണ്. അത് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ വളരെ സോഫ്റ്റായ ടിഷ്യൂ ആയി മാറിയിരിക്കുന്നു. ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം വളരെ സോഫ്റ്റായി, കീറി ഇട്ടിരുന്ന പീസുകളിലെല്ലാം തന്നെ വളരെ സോഫ്റ്റായി മാറി. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്? അതായത് ഒന്നാമത്തെ ബീക്കറിൽ നമ്മൾ കണ്ട ടിഷ്യൂ വളരെ ഹാർഡായിരിക്കുകയും രണ്ടാമത്തെ ബീക്കറിലുള്ള ടിഷ്യൂ സോഫ്റ്റായി മാറാനും എന്തായിരിക്കും കാരണം? നമുക്കത് പരിശോധിക്കാം. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ. ഇൻ എ ക്ലാസ് റൂം എക്സ്പെരിമെൻറ്റ്, ടീച്ചർ പ്ലേസ്ഡ് സ്പ്ലിറ്റഡ് കൊളോക്കേഷ്യ പീറ്റിയോൾ 1 each in 2 beakers A and B containing different solutions. After 30 minutes, the following changes were observed as shown below. By observing the changes, identify the solutions and explain the solutions. ഒരു ക്ലാസ് റൂം പരീക്ഷണത്തിൽ ടീച്ചർ വ്യത്യസ്ത ലായനികൾ നിറച്ച എ, ബി എന്നീ ബീക്കറുകളിൽ ഓരോ പിളർന്ന ചേമ്പില തണ്ടിട്ടു. 30 നിമിഷങ്ങൾക്ക് ശേഷം ചിത്രത്തിലേതുപോലുള്ള മാറ്റം നിരീക്ഷിക്കുന്നു. മാറ്റം നിരീക്ഷിച്ച് ലായനികൾ തിരിച്ചറിയുക, ലായനികൾ വിശദമാക്കുക. ഇത് നേരത്തെ ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ചോദിച്ച ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബീക്കറിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇട്ടുവെച്ച പീറ്റിയോളിൻ്റെ അഗ്രഭാഗം ഷ്രങ്കൺ ആയിരിക്കുന്നു, അതായത് ചുളുങ്ങിക്കൂടിയിരിക്കുന്നു. രണ്ടാമത്തെ ബീക്കറിൽ, ബീക്കർ ബിയിൽ ഇട്ടുവെച്ച പീറ്റിയോളിൻ്റെ അഗ്രഭാഗം സൊളൻ ആയിരിക്കുന്നു, ചീർത്ത് വീർത്ത് വളഞ്ഞിരിക്കുന്നു. ഈ ചോദ്യത്തിലുള്ള വസ്തുത ഒന്ന് റീക്രിയേറ്റ് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാം. അതിനായി 2 ബീക്കറുകൾ എടുത്തിട്ടുണ്ട്. രണ്ടിലും സാധാരണ ഫ്രഷ് വാട്ടർ നിറച്ചിരിക്കുന്നു. അതിൽ ഒന്നിൽ മറ്റൊന്നും ഇടുന്നില്ല. രണ്ടാമത്തെ ബീക്കറിൽ ഒരു കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി 4-5 സ്പൂൺ സോൾട്ട് ഇടുന്നു. ഈ സോൾട്ട് ഇടുന്ന മാത്രയിൽ തന്നെ സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾസ് വട്ട് മോളിക്യൂൾസിൽ അലിഞ്ഞു ചേരുന്നത് കൊണ്ട് ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. സോൾട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ദിസ് ഈസ് കോൾഡ് ഡിഫ്യൂഷൻ. The movement of molecules of a substance from the region of its higher concentration to the region of its lower concentration in the available space is called diffusion. ഒരു സൊല്യൂട്ട് ഒരു സോൾവെൻറ്റിൽ ലയിച്ചാണ് സൊല്യൂഷൻ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ സോൾവെൻറ്റ് ഗീവ്സ് സൊല്യൂഷൻ. ഇവിടെ സോൾട്ടാണ് സൊല്യൂട്ടായിട്ട് വർക്ക് ചെയ്യുന്നത്. സോൾവെൻറ്റ് ഈസ് വാട്ടർ. So we get a salt solution. This salt solution is highly concentrated because we put a large amount of salt in this water, that is in the solvent. When 2 solutions are considered, the solution which is having high concentration
is called hypertonic solution. That is concentration. Hyper means high, tonic means tonicity. So in beaker B we get a hypertonic solution. Solution which is having low concentration is called hypotonic solution. Hypo means low, tonicity means concentration. So in our experiment, beaker A contains water or hypotonic solution and beaker B contains concentrated salt solution or hypertonic solution. ഇതിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ സൊല്യൂഷൻ ഏതായിരിക്കും? വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് എ മെഷർ ഓഫ് നമ്പർ ഓഫ് ഫ്രീ എനർജി വാട്ടർ മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ എന്തുമാത്രം ഫ്രീ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട് എന്നതിൻ്റെ അളവാണ് വാട്ടർ പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൊല്യൂഷനുകളിൽ ഏതിലായിരിക്കും വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയിരിക്കുക? ഫ്രീ എനർജി വാട്ടർ മോളിക്യൂൾസ് കൂടുതലുള്ളത് ബീക്കർ എയിൽ ആണ് എന്നുള്ളത് കൊണ്ട് ബീക്കർ എയിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയിരിക്കും. ബീക്കർ ബിയിൽ സൊല്യൂട്ട് ആഡ് ചെയ്തതുകൊണ്ട് വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. സൊല്യൂട്ട് മോളിക്യൂൾസ് കൂടുന്നതിനനുസരിച്ച് വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് സൊല്യൂഷൻ ബി ആണ് കുറഞ്ഞ വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ളത്. ദാറ്റ് ഈസ് സോൾട്ട് സൊല്യൂഷൻ ഈസ് ഹാവിങ് ലോ വാട്ടർ പൊട്ടൻഷ്യൽ and the water is having the higher water potential. So the pure water, only water molecules in it, the pure water is having the highest water potential, that is 0. അതിനാൽ തന്നെ ഒരു സൊല്യൂഷൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ എല്ലായ്പ്പോഴും 0 താഴെ ആയിരിക്കും. ദാറ്റ് ഈസ് വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് എ സൊല്യൂഷൻ ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഇനി രണ്ട് ബീക്കറുകളിലായിട്ട് രണ്ട് തരം സൊല്യൂഷൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏതാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ഏതാണ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ നമുക്ക് ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ പരീക്ഷണം തുടരുന്നു. അതിനായി നമ്മൾ ചേമ്പിലയുടെ പീറ്റിയോൾ സംഘടിപ്പിക്കുന്നു. ഒരു പീറ്റിയോൾ മുറിച്ചെടുക്കുന്നു. പീറ്റിയോളിൻ്റെ 2 ഈക്വൽ പീസുകൾ നമ്മൾ ഉപയോഗിച്ച് ഈ 2 ബീക്കറിലുള്ള സൊല്യൂഷനുകളിൽ നിക്ഷേപിക്കുന്നു. അതിനായി പീറ്റിയോളിൻ്റെ 2 പീസുകൾ മുറിച്ചെടുത്തു. ഈ 2 പീസുകളുടെയും ഒരറ്റം നെടുകയും കുറുകയും ഛേദിച്ച് 4 കഷ്ണങ്ങളാക്കുന്നു. ആ 4 കഷ്ണങ്ങൾ അടങ്ങിയ ഭാഗമാണ് നമ്മൾ ബീക്കർ എയിലും ബീക്കർ ബിയിലും ഇടുന്നത്. നമുക്ക് നോക്കാം. 4 പീസുകളാവുന്നു. ഇത് ലൈവ് ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ മുറിക്കുമ്പോൾ അത് വിടർന്നിരിക്കുന്നത് കാണാം. എല്ലാ സെൽസും ഫുള്ളി വാട്ടർ ലോഗഡാണ്, ടേർജിഡ് കണ്ടീഷനിലാണ്. ഈ ടേർജിഡ് കണ്ടീഷൻ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ അതിനെ മുറിച്ചെടുത്തത്. അതിനെ വിഭജിക്കുമ്പോൾ അവ വളഞ്ഞ് പോകുന്നത് നമുക്ക് കാണാം. ഇനി 2 പീസുകളും ബീക്കർ എയിലും ഒരു പീസ് ഇട്ടു, ബീക്കർ ബിയിലും മറ്റൊരു പീസ് നിക്ഷേപിച്ചു. ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞ് നമുക്കിതൊന്ന് പരിശോധിക്കാം. അപ്പോൾ തുടക്കത്തിൽ ബീക്കർ എയിൽ ഒരു സൊല്യൂഷനുണ്ട്, ബീക്കർ ബിയിൽ മറ്റൊരു സൊല്യൂഷൻ. ബീക്കർ എയിൽ പീറ്റിയോളിൻ്റെ ഒരു പീസ് ഇട്ടു, ബീക്കർ ബിയിൽ പീറ്റിയോളിൻ്റെ മറ്റൊരു പീസും നിക്ഷേപിച്ചിരിക്കുകയാണ്. നൗ വെയിറ്റ് ഫോർ 20 to 30 minutes. ഇതിൽ ഏതാണ് ഹൈപ്പോട്ടോണിക് എന്നും ഹൈപ്പർട്ടോണിക് എന്നും നമുക്കറിയില്ല. ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ വിശദമായി നമ്മൾ അനലൈസ് ചെയ്യും. എന്നിട്ട് ഹൈപ്പർട്ടോണിക് ഏതാണ് ഹൈപ്പോട്ടോണിക് ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. മാത്രവുമല്ല കൊളക്കേഷ്യ പീറ്റിയോളിന് എന്താണ് സംഭവിക്കുന്നതെന്ന് ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയും ചെയ്യും. ഇനി നോക്കൂ, 30 മിനിറ്റിന് ശേഷം നമ്മൾ ഓരോ പീസും എടുത്ത് നോക്കുകയാണ്. ബീക്കർ എയിലെ പീസിൻ്റെ സ്ഥിതി നോക്കൂ. മുറിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം തന്നെ വീണ്ടും ഒന്നുകൂടെ വളഞ്ഞ്
തിരിഞ്ഞ് കേൾ ചെയ്തിരിക്കുന്നു. എന്നാൽ ബീക്കർ ബിയിൽ എടുത്ത പീസ് നോക്കൂ, അതിലുള്ള ടിഷ്യൂസ് എല്ലാം സോഫ്റ്റായി ചുളുങ്ങി വീണ്ടും ഒന്നുകൂടെ ചുരുങ്ങിയിരിക്കുന്നു. ഈ ഒരു സ്ഥിതിവിശേഷം എങ്ങനെയാണ് ഉണ്ടായത്? നമുക്ക് എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം? എന്താണ് ഇവിടെ സംഭവിച്ചത് നോക്കാം. ബീക്കർ എയിൽ ഇട്ടുവച്ച പീറ്റ്യോളിൻ്റെ അഗ്രഭാഗം വീണ്ടും ചീർത്ത് വീർത്ത് വളഞ്ഞിരിക്കുന്നു. അതിൻ്റെ കാരണം ബീക്കറിൽ നിന്ന് വെള്ളം ടിഷ്യൂവിലേക്ക് കയറിയതാണെന്ന് നമുക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാം. എന്നാൽ ബീക്കർ ബിയിൽ ഇട്ടുവച്ച പീറ്റ്യോളിൻ്റെ കഷ്ണത്തിൻ്റെ പീസുകൾ വീണ്ടും ചുളുങ്ങി അവ ചുരുങ്ങിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതിനർത്ഥം മറ്റൊന്നുമല്ല, അതിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ട വെള്ളം എവിടേക്കാണ് പോയത്? ബീക്കറിലെ സൊല്യൂഷനിലേക്കാണ് പോയത്. ഇത് എങ്ങനെ വിശദീകരിക്കും? എ ബീക്കറിലുള്ള സൊല്യൂഷനിൽ നിന്നും വാട്ടർ മോളിക്യൂൾസ് പീറ്റ്യോൾ ടിഷ്യൂ സെൽസിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി സെൽസ് ബിക്കം ബൾജ്ഡ്. ബീക്കർ എയിൽ സംഭവിച്ചതെന്താണ്? ടിഷ്യൂ സെൽസിൻ്റെ സെൽസാപ്പ് അടക്കമുള്ള സൊല്യൂഷൻ ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. അതിനർത്ഥം ടിഷ്യൂ സെൽസിൽ ഹൈപ്പർടോണിക് സൊല്യൂഷനാണ് ഉള്ളത്. ബീക്കറിൽ താരതമ്യേന ഹൈപ്പോടോണിക് സൊല്യൂഷൻ ആണ് ഉള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ സെല്ലിനകത്തുള്ള ഹൈപ്പർടോണിക് സൊല്യൂഷനിലേക്ക് ബീക്കറിലുള്ള ഹൈപ്പോടോണിക് സൊല്യൂഷനിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസ് സെല്ലുകളുടെ സെൽ മെംബ്രെയിനിലൂടെ കടന്ന് ടിഷ്യൂ സെൽസിനകത്തേക്ക് എത്തിച്ചേരുന്നു. സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ് സെൽ മെംബ്രെയിൻ എന്ന് നമുക്കറിയാം. ഇവിടെ വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് എവിടെയാണ് കൂടുതൽ? ബീക്കറിലാണ്. വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് സെല്ലിനകത്ത് കുറവും. അതായത് വെള്ളത്തിൻ്റെ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ ബീക്കറിലും വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറവ് സെല്ലുകളിലുമാണ്. ഈ സിറ്റുവേഷനിൽ വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് എവിടെയാണോ കൂടുതൽ അവിടെ നിന്ന് വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് എവിടെയാണോ കുറവ് അവിടേക്ക് സെൽ മെംബ്രെയിനിലൂടെ കടന്നു ചെല്ലുന്നു. ദിസ് മൂവ്മെൻറ്റ് ഓഫ് water molecules from the region of its higher concentration in beaker to the region of its lower concentration in tissue cells through the semi-permeable membrane is called osmosis. ഇവിടെ എക്സ്റ്റേണൽ മീഡിയമായിട്ടുള്ള ബീക്കറിലെ സൊല്യൂഷനിൽ നിന്നും ഇൻറ്റേർണൽ മീഡിയമായിട്ടുള്ള സൈറ്റോപ്ലാസത്തിലേക്കാണ് വാട്ടർ മൂവ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് ഇത്തരം ഓസ്മോസിസിനെ എൻഡോസ്മോസിസ് എന്ന് പറയുന്നു. So, in beaker A, the petiole tissue is getting bulged again due to the endosmosis. Thereby, the tissue becomes more bulged, and this bulged condition is called turgidity, turgid condition. ഒരു സെല്ല് ടേർജിഡ് ആയിട്ടിരിക്കുമ്പോൾ അത് വീർത്തിരിക്കാൻ കാരണം അതിൻ്റെ അകത്തുള്ള സെൽ കണ്ടൻസ് എല്ലാം ആ സെല്ലിൻ്റെ വോളിന്മേൽ ചെലുത്തുന്ന പ്രഷർ കൊണ്ടാണ്. ഈ പ്രഷറാണ് ടർഗർ പ്രഷർ. ദി പ്രഷർ എക്സെർട്ടഡ് ബൈ ദി സെൽ കണ്ടൻസ് ഓൺ ടു ദി വോൾ ഓഫ് ദി സെൽ ഡ്യൂ ടു ദി ടർജിഡിറ്റി ഈസ് കോൾഡ് ടർഗർ പ്രഷർ. ഒരു സെല്ലിൽ അകത്തുള്ള ടർഗർ പ്രഷറിനെതിരെ വോൾ ചെലുത്തുന്ന പ്രഷറാണ് വോൾ പ്രഷർ. Wall pressure is the pressure exerted by the wall of the cell against the turgor pressure. Wall pressure and turgor pressure are working oppositely. എല്ലായ്പ്പോഴും ഒരു കോശത്തിൽ ടർഗർ പ്രഷറും വോൾ പ്രഷറും തുല്യ അളവിലുള്ളതായിരിക്കും, എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയിരിക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് turgor pressure and wall pressure are equal but opposite in directions. സെക്കൻഡ് ബീക്കറിൽ പീറ്റ്യോൾ ടിഷ്യൂവിൽ നിന്ന് വെള്ളം ബീക്കറിലെ സൊല്യൂഷനിലേക്കാണ് പുറത്തേക്ക് വന്നത്, നഷ്ടപ്പെട്ടത്. ദിസ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്, വാട്ടർ മോളിക്യൂൾസ് ഫ്രം
the cell into the medium is called exosmosis, reverse of endosmosis. Due to the exosmosis, the tissue cells become soft, and the soft condition is called flaccid condition or flaccidity. When a turgid plant cell or tissue is placed in a hypertonic solution, concentrated solution or lower water potential, exosmosis takes place. As a result of exosmosis, the protoplast withdraws from the cell wall. This withdrawal of the protoplast from the cell wall due to exosmosis is called plasmolysis, or simply the shrinkage of protoplast of plant cell due to exosmosis is called plasmolysis. So the beaker B contains hypertonic solution into which the water molecules moved out from the plant tissue into the medium, resulting in the plasmolysis of the tissue. So to conclude, in beaker A contains the hypotonic solution, where thereby the water molecules moved from the medium into the cells and the cells become turgid. In the beaker B, in the second situation, beaker B containing concentrated solution, that means hypertonic solution, so that the water molecules moved out from the cell into the medium. That process is called exosmosis, resulting in the flaccidity condition, causing the plasmolysis of the cell in the tissue. So the tissue becomes more and more soft and shrunken. ഒരു പ്ലാസ്മോളൈസ്ഡ് സെൽ അധികം വൈകാതെ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിലേക്ക് ഇട്ടാൽ അത് പൂർവ്വസ്ഥിതി പ്രാപിക്കും. വീണ്ടും ആ സെൽ ടേർജിഡായി നോർമൽ കണ്ടീഷൻ അറ്റൈൻ ചെയ്യും. ദിസ് ഈസ് കോൾഡ് ഡീപ്ലാസ്മോളൈസിസ്. When a plasmolysed cell is kept in hypotonic solution, the cell regains its original normal size and shape. This is called deplasmolysis. എന്നാൽ പ്ലാസ്മോളൈസ്ഡ് കണ്ടീഷൻ കണ്ടിന്യൂ ചെയ്താൽ the cell becomes dead after some time. A dead cell cannot be regained in its normal condition. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് ഒന്നുകൂടി വരാം. ബീക്കർ എയിൽ കാണിച്ചിരിക്കുന്ന സൊല്യൂഷൻ എങ്ങനെയുള്ളതാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. നമ്മൾ ഇട്ടിരിക്കുന്ന പീറ്റിയോൾ ചുളുങ്ങിയിരിക്കുന്നു, പ്ലാസ്മോളൈസ്ഡ് സെല്ലുകൾ ഉള്ള ടിഷ്യൂ ആയിരിക്കുന്നു. അതിനർത്ഥം ദി വാട്ടർ മോളിക്യൂൾസ് മൂവ്ഡ് ഔട്ട് ഫ്രം ദി ടിഷ്യൂ ഇൻ ടു ദി ബീക്കർ. ദാറ്റ് ഈസ് ദി ബീക്കർ കണ്ടെയ്ൻസ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഇനി രണ്ടാമത്തെ ബീക്കർ നോക്കൂ. അതിൽ ഇട്ടിരിക്കുന്ന പീറ്റിയോൾ തിരികെ വളഞ്ഞ് ഇരിക്കുകയാണ്. കാരണം എല്ലാ സെൽസും വീണ്ടും ഒന്നുകൂടി ടേർജിഡായി ഇരിക്കുന്നു. അതിന് അർത്ഥം ബീക്കറിൽ നിന്ന് വെള്ളം ടിഷ്യൂവിലേക്ക് കയറി ആ സെല്ലുകൾ become bulged, and that indicates that beaker contains hypotonic solution. നമ്മൾ പരീക്ഷണത്തിൽ ചെയ്തത് ചോദ്യത്തിലേതുപോലെയല്ല. ബീക്കർ എയിൽ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനും ബീക്കർ ബിയിൽ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനുമാണ് എടുത്തത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, വാട്ടർ പൊട്ടൻഷ്യൽ, ഫ്ലാക്സിഡിറ്റി, ടർജിഡിറ്റി, പ്ലാസ്മോളൈസിസ്, ഡീപ്ലാസ്മോളൈസിസ്, ഹൈപ്പോട്ടോണിക്, ഹൈപ്പർട്ടോണിക് മുതലായ ടേംസ് നിങ്ങൾക്ക് നന്നായി പരിചയപ്പെടാനും മനസ്സിലാക്കാനും കഴിഞ്ഞുവല്ലോ. താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് രാജൂസ് സയൻസ് വേൾഡ് ഫോർ മോർ വീഡിയോ.